ഒരു റംബൂട്ടാൻ കഴിച്ചാലോ? ബാ. ഇവിടെ ഇരിക്കെ സംസാരിക്കുമ്പോ ഭയങ്കര ശബ്ദമായിരിക്കും കേട്ടോ. കാരണം റോഡ് തൊട്ടടുത്താണ്, അതുകൊണ്ട് ഭയങ്കര ശബ്ദമായിരിക്കും. ഇതുണ്ടല്ലോ, എല്ലാം ഒരുപോലെ പഴുത്തിട്ടില്ല. ചിലത് പഴുത്തു, ചിലത് പച്ചയാണ്. പിന്നെ ചിലതിന്റെ ഫ്രണ്ട് വശം പഴുത്തിട്ടുണ്ടാവും, പക്ഷെ ബാക്ക് വശം പഴുത്തിട്ടുണ്ടാവില്ല. കണ്ടോ, ഇത് നോക്കിക്കേ. എന്തൊക്കെയാണോ, ഈ സൈഡ് നല്ല റെഡായി, പക്ഷെ ഈ സൈഡ് ഇപ്പോഴും യെല്ലോയാണ്. ഈ റംബൂട്ടാൻ നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് നോക്കിയേ, ഇതിങ്ങനെ നമ്മള് ഇങ്ങനെ ഞെക്കുമ്പോ തന്നെ ഇതിങ്ങനെ രണ്ടായിട്ട് പോരും കറക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പാടായത് നോക്ക്, നല്ല പഴുത്താണ് ഇങ്ങനെ വരുകയും കുറച്ച് ഇങ്ങനെ ഭയങ്കര ജ്യൂസി ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയാ, കുറച്ചൊരു കട്ടിയായിരിക്കും. നമുക്ക് കഴിക്കുമ്പോ ഇങ്ങനെ കട്ടിരിക്കും. ഇതിങ്ങനെ വായിലിട്ട് കഴിയുമ്പോ തന്നെ ഇങ്ങനെ അലർന്നു പോകും. പുളിയൊന്നുമില്ല കേട്ടോ, ഒട്ടും. ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ വീട്ടില് 3-4 വർഷമായിട്ട് റംബൂട്ടാൻ ഉണ്ടെങ്കിലും ഇത്ര അധികം പൂക്കുന്നത് അപ്പൊ ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യം തൊട്ട് എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് ബിറ്റ്സ് ഉണ്ട്. അതൊക്കെ കൂടി ചേർത്തിട്ട് ഇന്നൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. നമുക്കത് കണ്ടു നോക്കിയാലോ. ഈ വർഷം ഏകദേശം ജനുവരി ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ റംബൂട്ടാൻ നല്ല രീതിയിൽ പൂവിട്ടായിരുന്നു. സാധാരണ പൂവിട്ടാലും മൊത്തം കൊഴിഞ്ഞു പോകാറാണ് പതിവ്. പക്ഷെ ഈ തവണ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കായ്ച്ച് കുറച്ചങ്ങോട്ടായി, അതായത് ഏകദേശം ഒരു ഏപ്രിൽ ആയപ്പോഴത്തേക്കും പിന്നെ ഇവിടെ ഭയങ്കര മഴയും ഇടിവെട്ടും കാറ്റും ഒക്കെ ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ കായായതിനു ശേഷം ഏകദേശം മരത്തിൽ ഉണ്ടായിരുന്നതിന്റെ പകുതി കൂടുതൽ കൊഴിഞ്ഞുപോയി. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയ് ഒക്കെ ആയപ്പോഴത്തേക്കും റംബൂട്ടാൻ നല്ല രീതിയിൽ ചുമക്കാൻ തുടങ്ങി. പിന്നെ ഇതിന്റെ വെയിറ്റ് കൂടുന്തോറും ഇതിങ്ങനെ താഴ്ന്നു വരുന്നുണ്ടായിരുന്നു. സോ മരത്തിലുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ റംബൂട്ടാൻ ഞങ്ങൾക്ക് നിലത്ത് മുട്ടിയായിരുന്നു കിടന്നിരുന്നത്. എത്ര പൊക്കി വയ്ക്കാൻ നോക്കിയിട്ടും അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പതിയെ ഇങ്ങനെ മഞ്ഞയായി തുടങ്ങി. പക്ഷെ ഇതെല്ലാം ഒരേ സമയത്തല്ല കേട്ടോ മഞ്ഞയാകുന്നത്. കുറച്ച് പച്ച കളറായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് മഞ്ഞയായിട്ടായിരുന്നു നിന്നിരുന്നത്. പിന്നെ ഏകദേശം കുറച്ചും കൂടി പഴുത്തു തുടങ്ങിയപ്പോൾ നിറയെ കിളികളും അണ്ണാനും ഒക്കെ വന്ന് പകുതി കൂടുതൽ കഴിക്കാൻ തുടങ്ങി. ആദ്യം നമ്മളത് പോട്ടേന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ അപ്പടി അവര് കഴിച്ചു തീർക്കാണ്. എന്നാ പിന്നെ ഈ തവണ നെറ്റിടാന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾക്ക് അധികം റംബൂട്ടാൻ ഉണ്ടാവാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും ചെയ്യാറില്ല. പക്ഷെ ഈ തവണ ഇതിന് ഞങ്ങൾ നല്ല രീതിയിൽ കെയർ എടുക്കാൻ തന്നെ തീരുമാനിച്ച് മൊത്തത്തിൽ നെറ്റിട്ടു. പക്ഷെ ഇത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുഞ്ഞു കിളികളൊക്കെ ഏതെങ്കിലും ഗ്യാപ്പിക്കടെയൊക്കെ കയറി വന്ന് ഇതെല്ലാം കഴിക്കുമായിരുന്നു. സാരില്ല, ഈ ചെറിയ കവർ ഇപ്പൊ കിട്ടും. അതായിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ഇയർ നോക്കാം. ഏകദേശം ഒരു ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് ഈ മരമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല രീതിയിൽ ചുമന്നിട്ട് ദൂരേന്നൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയോ. പിന്നെ ഈ മുകളിലുള്ള റംബൂട്ടാൻ മൊത്തം ഞങ്ങൾ കിളികൾക്കും അണ്ണാനും വെച്ചേക്കായിരുന്നു. കാരണം നമുക്കത് നെറ്റിടാൻ പോലും എത്തില്ലായിരുന്നു. അങ്ങനെ ഏകദേശം ജൂണൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പറിക്കാനൊക്കെ തുടങ്ങി. എല്ലാം പച്ചയായിരുന്നു. അപ്പൊ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പറിക്കാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ പഴുത്തു കേട്ടോ. എന്നാലും അവിടെ ഇവിടെ കണ്ടോ ചിലത് ഇതൊക്കെ ഇച്ചിരി മഞ്ഞയാ. ഇത് ഒക്കെ നല്ല രീതിയിൽ റെഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാം ഇങ്ങനെ റെഡ് ആയിട്ട് പറിക്കാനാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യരുത്. കാരണം എല്ലാം റെഡ് ആകുമ്പോഴല്ലേ നല്ല രസം നമുക്ക് കഴിക്കാനാണെങ്കിലും ഒക്കെ. മൊത്തത്തില് മരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ റംബൂട്ടാൻ താഴെ കിടക്കണം. കണ്ടോ, ഇങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ നോക്കിയേ. അങ്ങനെ ജൂൺ ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ റംബൂട്ടാൻ ഏകദേശം പറിച്ചൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാം ഒറ്റയടയ്ക്കല്ല നമ്മൾ പറിച്ചത്. കുറേശ്ശെയായിട്ട് ഒരു 3 തവണയായിട്ടാണ് നമ്മൾ പറിച്ചത്. പഴുത്തത് ആദ്യം പറിച്ചെടുത്ത് പിന്നെ ബാക്കി പിന്നീട് പഴുക്കുമ്പോഴായിരുന്നു നമ്മൾ പറിച്ചത്. ഈ മഴ കാരണം നമ്മുടെ ഒരു കൊമ്പ് നല്ല രീതിയിൽ ഒടിഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ റംബൂട്ടാൻസ് ആണ് നമ്മൾ ആദ്യം പറിച്ചെടുത്തത്. കാരണം ഇനി അതെങ്ങാലും വാടിപ്പോകുമോ അതെന്താവോന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ വാടിയൊന്നും പോയില്ല. കൊമ്പിന് ചെറിയ ഒടിവുണ്ടായിരുന്നെങ്കിലും റംബൂട്ടാനൊക്കെ നല്ല രീതിയിൽ തന്നെ പഴുത്തു. നമ്മളെല്ലാ റംബൂട്ടാനും മൊത്തം പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് ആ കൊമ്പ് നമ്മൾ വെട്ടിക്കളഞ്ഞത്. ഇനിയാണെങ്കിലും ഈ റംബൂട്ടാൻ മൊത്തം പറിച്ചു കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് വെട്ടി നിർത്തണം എന്ന് വിചാരിക്കുകയാണ്. എന്നാലാണ് അടുത്ത വർഷവും ഇതുപോലെ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ഈ തവണ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റംബൂട്ടാൻ കിട്ടിയായിരുന്നു കേട്ടോ. ഒട്ടും കുറവല്ലായിരുന്നു. നമുക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ നല്ല രീതിയിൽ റംബൂട്ടാൻ കിട്ടിയായിരുന്നു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടി റംബൂട്ടാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഇനി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.